വയനാട് മുണ്ടക്കൈയിൽ മണ്ണിടിച്ചിലുണ്ടായി. പുന്നപ്പുഴ ഗതിമാറി ഒഴുകി. വയനാട്ടിലെ കബനി നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയില്ലെന്ന് മന്ത്രി കെ രാജൻ. നിലവിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം സുരക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യം ജോഷിലയിലേക്ക്. ഇന്നലെയും ഇന്നുമായുണ്ടായ ശക്തമായ മഴയിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ പുന്നപ്പുഴയിൽ ജലത്തിന്റെ നീരൊഴുക്ക് ശക്തമാവുകയും വെള്ളം കയറുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാക്കി. ഈ അവസ്ഥ ജനങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്ക അത് വളരെ വലുതായിരുന്നു. കാരണം ബെയിലി പാലത്തിനടുത്ത് വെച്ച് പുന്നപ്പുഴ ദിശമാറി ഒഴുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ന് രാവിലെ തോട്ടം തൊഴിലാളികൾ ഏകദേശം 7 മണിയോടുകൂടി മുണ്ടക്കൈ ഭാഗത്തെ എസ്റ്റേറ്റുകളിലേക്ക് ജോലിക്ക് പോവുകയുണ്ടായിരുന്നു. ഏകദേശം 100-ലധികം തൊഴിലാളികളാണ് മുണ്ടക്കൈ എസ്റ്റേറ്റിൽ തൊഴിലിനായി പോയത്. ഇവരെ എങ്ങനെയാണ് ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശങ്ക ജനങ്ങളിലുണ്ടായിരുന്നു. കാരണം ബെയിലി പാലത്തിനപ്പുറത്തേക്ക് പുന്നപ്പുഴ ദിശ മാറി സഞ്ചരിച്ചാൽ അത് പിന്നീട് ശക്തമായി വന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. കഴിഞ്ഞ വർഷത്തെ ദുരന്തം തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുമോ എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു ജനങ്ങളാകമാനമുണ്ടായിരുന്നത്. മാത്രമല്ല ഈ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് മണ്ണ് കലർന്ന വെള്ളവും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും ഒഴുകി വരുന്ന അവസ്ഥയുണ്ടായി. ചേറിന്റെ മണമുണ്ടായി. ഇത് ഏകദേശം ഉരുൾപൊട്ടലിന്റെ സാധ്യതയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്തെ ചേറിന്റെ മണമാണ് എന്നുള്ള രീതിയിലേക്ക് വരെ ആശങ്ക മാറി. എന്നാൽ ഏകദേശം 12 മണിയോടുകൂടി ഈ തൊഴിലാളികളെ എല്ലാം തന്നെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ പോലീസിനും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും സാധിച്ചു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതേസമയം തന്നെ മുണ്ടക്കൈ ഭാഗത്ത് നേരത്തെ ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്ത് നിന്നുള്ള ആ ഒരു ഇളകി നിന്ന മണ്ണ് ഈ ശക്തമായ മഴയ്ക്കൊപ്പം വെള്ളം കയറിയപ്പോൾ വെള്ളത്തോടൊപ്പം ഒലിച്ചു വന്നതാണ് എന്നുള്ളതാണ് വിദഗ്ധരുടെ വിശദീകരണം ആയി പിന്നീട് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധരുടെ നിർദ്ദേശമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത്തരത്തിലൊരു ആശങ്കയ്ക്ക് വകയില്ല. എന്നാൽ പുന്നപ്പുഴയിൽ ഒഴുക്ക് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇവിടെ ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ കര കയറി വന്ന ആളുകൾ, അതായത് ബെയിലി പാലത്തിലൂടെ തന്നെയാണ് ജനങ്ങളെ ചൂരൽമലയുടെ ഇപ്പുറത്തേക്ക് എത്തിച്ചത്, മുണ്ടക്കൈയിൽ നിന്നും ഇപ്പുറത്തേക്ക് എത്തിച്ചത്. അവർ വലിയ ഒരു പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലാണ് പിന്നീട് പെരുമാറിയത്. കാരണം അവർക്ക് തൊഴിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ദൈനംദിന വേതനം നൽകാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു ആത്മനിന്ദ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മബോധം വളരാൻ വേണ്ടിയായിരുന്നു സർക്കാർ നേരത്തെ ദിവസവേതനം, അതായത് ദുരന്തബാധിതരായ ആളുകൾക്ക് ദിവസവേതനം നൽകാൻ തീരുമാനിച്ചിരുന്നത്. 300 രൂപ വീതം 9,000 രൂപയായിരുന്നു ഈ ദുരന്തബാധിതർക്ക്, തൊഴിലില്ലാത്ത ദുരന്തബാധിതർക്ക് നൽകിയിരുന്നത്. പക്ഷെ പിന്നീട് ഇവർ തോട്ടം മേഖലയിൽ ഇവർക്ക് ജോലി ശരിയാക്കുകയും അത് ഒരു സാധാരണ നിലയിലേക്ക് വന്നപ്പോൾ ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക്, ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് ഈ വേതനം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണമായിട്ടുള്ളത് തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇവർ രണ്ടുപേരും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വേതനം ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു വലിയ രോഷം ജനങ്ങളിൽ ഉയർന്നു വന്നു. ഈ തൊഴിലാളികൾ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും തടഞ്ഞു വെച്ചു. എന്നാൽ ഏകദേശം 3 മണിയോടുകൂടി സർക്കാർ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർക്കുകയും ഉടനെ പരിഹാരം കാണുകയും ചെയ്തു. ഈ തൊഴിലാളികൾക്ക്, അതായത് മഴക്കാലത്ത് തൊഴിലിന് പോകാൻ കഴിയാത്ത തോട്ടം തൊഴിലാളികൾക്ക് 11, 12, 13 വാർഡുകളിലെ ദുരന്തബാധിതരായ തൊഴിലാളികൾക്ക് ഈ വേതനം നൽകാനായി സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ തീരുമാനം പിന്നീട് ADM ഇവിടെ എത്തി ചൂരൽമലയിലേക്ക് എത്തുകയും ജനങ്ങളെ അറിയിക്കുകയുമായിരുന്നു. മഴ നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ 100 മില്ലിമീറ്റർ വരെ മഴ അവിടെ പെയ്തിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. ആ ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന കാര്യം പ്രത്യേകമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലാതെ ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വേറെ അപകടകരമായിട്ടുള്ള വസ്തുതകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല.